നമസ്കാരം. ഞാഞ്ഞൂലിനും ശീൽക്കാരമോ? മലയാളത്തിൽ അങ്ങനെയൊരു ചൊല്ലുണ്ടല്ലോ. എന്തിനാണിപ്പോൾ ഇത് പറയുന്നത് എന്നാകും. ബംഗ്ലാദേശിലെ നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുടെ പ്രമുഖ നേതാവ് ഹസനത്ത് അബ്ദുള്ള കഴിഞ്ഞ ദിവസം ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വിഘടിപ്പിക്കും എന്നായിരുന്നു ബംഗ്ലാദേശിലെ നേതാവിൻ്റെ ആ പരാമർശം. അതായത് സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളെ വേർപെടുത്താൻ സഹായിക്കുമെന്നാണ് അബ്ദുള്ള മുന്നറിയിപ്പ് നൽകിയത്. വിഘടനവാദ ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന ശക്തികൾക്ക് ബംഗ്ലാദേശ് അഭയം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പരാമർശത്തിൽ ഇന്ത്യ അടിയന്തരമായി പ്രതിഷേധം അറിയിച്ചു. ഔദ്യോഗികമായി ഇന്ത്യയുടെ നയതന്ത്ര പ്രതിഷേധം അറിയിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി. ധാക്കയിലെ ഇന്ത്യൻ നയതന്ത്ര മിഷന് നേരെയുള്ള ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വിഘടിപ്പിക്കുമെന്ന് വീമ്പിളക്കിയ ഹസനത്ത് അബ്ദുള്ള സ്വന്തം രാജ്യത്ത് നടക്കുന്നത് എന്താണ് എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ബംഗ്ലാദേശിലെ പ്രമുഖ യുവജന നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് ആ രാജ്യത്ത് പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരായ പ്രസ്ഥാനമായ ഇൻകുലാബ് മഞ്ചിന്റെ കൺവീനർ ആണ് ഷെരീഫ് ഉസ്മാൻ ഹാദി. ഹാദിയുടെ മരണവാർത്ത സിംഗപ്പൂരിൽ പ്രചരിച്ചതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ ഷഹാബാദ് സ്ക്വയറിൽ തടിച്ചുകൂടിയതായാണ് റിപ്പോർട്ട്. തുടർന്ന് രോഷാകുലരായ ജനക്കൂട്ടം പ്രദേശം ഉപരോധിച്ചു. ഹാദിയെ സംരക്ഷിക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് പ്രതിഷേധക്കാർ പ്ലക്കാർഡുകൾ ഉയർത്തി. പിന്നീട് നടന്ന പ്രകടനങ്ങൾ അക്രമാസക്തമാവുകയായിരുന്നു. കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് ആഭ്യന്തര ഉപദേഷ്ടാവ് റിട്ടയേർഡ് ലഫ്റ്റനന്റ് ജനറൽ ജഹാംഗീർ ആലം ചൗധരിയുടെ കോലം വിദ്യാർത്ഥികൾ കത്തിച്ചു. ലഫ്റ്റനന്റ് ജനറൽ ജഹാംഗീർ ആലം ചൗധരി രാജിവെക്കണമെന്നും ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും വലിയ ബംഗാളി പത്രമായ പ്രഥം ആലോയുടെയും ഡെയിലി സ്റ്റാറിന്റെയും ഓഫീസുകൾ പ്രതിഷേധക്കാർ ആക്രമിക്കുകയും തീയിടുകയും ചെയ്തു. രാജ്ഷാഹിയിലെ അവാമി ലീഗ് ഓഫീസും പ്രതിഷേധക്കാർ കത്തിച്ചു. ഹാദിയുടെ മരണത്തിൽ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് ദുഃഖം രേഖപ്പെടുത്തി. വിപ്ലവത്തിന്റെ നിർഭയനായ പോരാളി എന്നാണ് ഹാദിയെ യൂനിസ് വിശേഷിപ്പിച്ചത്. ഹാദിയോടുള്ള ആദരസൂചകമായി രാജ്യവ്യാപകമായി ദുഃഖാചരണവും പ്രഖ്യാപിച്ചു. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഹാദിയുടെ കുടുംബത്തെ സംരക്ഷിക്കുമെന്നും യൂനിസ് ഉറപ്പു നൽകി. ബംഗ്ലാദേശിൽ ഭരണമാറ്റത്തിന് കാരണമായ യുവജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഷെരീഫ് ഉസ്മാൻ ഹാദി അജ്ഞാതരുടെ വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത്. ധാക്കയിലെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെയാണ് 34-കാരനായ ഹാദിക്ക് നേരെ മുഖംമൂടിധാരികൾ വെടിയുതിർത്തത് എന്നാണ് വിവരം. ഗുരുതരാവസ്ഥയിലായ ഹാദിയെ പിന്നീട് അടിയന്തര ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ബംഗ്ലാദേശിൽ ഭരണമാറ്റമുണ്ടായ പ്രക്ഷോഭത്തിന് ശേഷം നടക്കുന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഹാദിക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയായിരുന്നു ഹാദി. 2026 ഫെബ്രുവരി 12-നാണ് ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. 300 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. ബംഗ്ലാദേശ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ AMM നസറുദ്ദീൻ ആണ് വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. മുൻ പ്രധാനമന്ത്രി കാലിദാസിയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇടക്കാല സർക്കാർ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടിയും മത്സര രംഗത്ത് സജീവമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് 2013 കോടതി വിധിക്ക് ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ സാധിച്ചിട്ടില്ല.
വിദ്യാർത്ഥി യുവജന പ്രതിഷേധങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് 2024 ഓഗസ്റ്റ് 5 മുതൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് കഴിയുന്നത്. നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടം ആണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത്. എന്നാൽ ഷെയ്ഖ് ഹസീന നാട് വിട്ട അന്നു മുതൽ ബംഗ്ലാദേശ് കലാപകലുഷിതമാണ്. ഷെയ്ഖ് ഹസീനയുടെ പലായനത്തെ തുടർന്ന് ന്യൂനപക്ഷമായ ഹിന്ദു മതവിഭാഗക്കാരിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവരുടെ വീടുകളും കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തീയിട്ടു. ഇന്ത്യ അനുകൂല നിലപാട് പുലർത്തുന്ന അവാമി ലീഗിന്റെ പ്രത്യക്ഷ ശത്രുവാണ് ഖാലിദാസിയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി BNPയുടെ സഖ്യകക്ഷിയുമാണ്. ഇവർ തമ്മിലുള്ള പോരും ബംഗ്ലാദേശിനെ രക്തരൂക്ഷിതമാക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്ന ബംഗ്ലാദേശിലെ നേതാക്കളോട് ഒന്നേ പറയാനുള്ളൂ: ആദ്യം നിങ്ങളുടെ രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും. സ്ഥിരതയുള്ള ഒരു ഭരണകൂടത്തെയെങ്കിലും തെരഞ്ഞെടുക്കും. ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കാനും തീരുമാനമെടുക്കാനും ഇവിടെ കരുത്തും ശേഷിയുമുള്ള ഒരു ഭരണകൂടം ഉണ്ട് എന്നത് ഓർക്കുന്നത് നല്ലതായിരിക്കും.